കേരളത്തിൽ മിഷൻ 2029 ബി.ജെ.പി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വലിയ വലിയ ലക്ഷ്യങ്ങളാണ് അവരുടെ മുമ്പിലുള്ളത്. 30 ലക്ഷത്തിലധികം വോട്ടുകൾ നേടുക, ഒന്നിൽ കൂടുതൽ സീറ്റുകൾ നേടുക. ഇതൊക്കെ എവിടുന്ന് നേടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും കണ്ണുവെച്ചിരിക്കുന്നത് പാർട്ടി കോട്ടകളാണ്. CPM-ൻ്റെ പാർട്ടി കോട്ടകളെ പൊളിച്ചുകൊണ്ട് ചുവപ്പിനെ കാവ്യവൽക്കരിക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് അവരെത്തുമോ? അവർക്ക് അങ്ങനത്തെ ലക്ഷ്യം മുന്നോട്ട് വെക്കാൻ അവരെ സഹായിച്ച ചില ഘടകങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പ്രകടമായി. അതിലൊന്ന്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ൻ്റെ കോട്ടകളായ ആലപ്പുഴയും ആറ്റിങ്ങലുമൊക്കെ നല്ല രീതിയിൽ വോട്ട് നേടാനായിട്ട് BJP കഴിഞ്ഞിട്ടുണ്ട്. ഈ നല്ല രീതിയിൽ വോട്ട് നേടുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്നത് ഈഴവ സമുദായത്തിൽ നിന്നായിരുന്നു എന്നതും അവരെ വലിയ തരത്തിൽ ആഹ്ലാദിപ്പിക്കുന്നതാണ്. കേരളത്തിൽ അധികാരത്തിലെത്താനായിട്ടുള്ള വഴി എന്ന് പറഞ്ഞത് ഈഴവരിലൂടെ എന്ന് BJP കണക്കാക്കുന്നുണ്ട്. അവരിടയ്ക്ക് നേരത്തെ കരുതിയിരുന്നത് ക്രിസ്ത്യാനികളെ കയ്യിലെടുത്തുകൊണ്ട് അധികാരത്തിൽ വരാൻ കഴിയുന്നു. അത് പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലായി. കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യാനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BJP-യെ ശരിപ്പെടുത്തി കളഞ്ഞു. BJP അന്തം വിട്ടതപ്പോഴാണ്. അതുകൊണ്ടാണ് വളരെ കർശനമായിട്ട് FCR പോലെയുള്ളതായിട്ട് നിയമങ്ങൾ കൊണ്ടുവരാനായിട്ട് BJP ഇപ്പോൾ വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വിദേശ ഫണ്ട് വിനിമയത്തെ സംബന്ധിച്ചിടത്തോളം കർശനമായ നിയന്ത്രണങ്ങൾ വന്നാൽ കന്യാസ്ത്രീമഠങ്ങളും അതേപോലെ തന്നെ ഈ ക്രൈസ്തവ സാമ്രാജ്യങ്ങളുമൊക്കെ ഒന്ന് വിറങ്ങലിക്കുമെന്ന് അവർ കരുതുന്നുണ്ട്. ആ വിറങ്ങലിപ്പിലൂടെ അവരെ കീഴ്പ്പെടുത്താൻ കഴിയണം എന്ന ഒരു വിഷൻ 2029 യഥാർത്ഥത്തിൽ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. നേരത്തെ കേക്ക് കൊടുത്തും അതുപോലെ കൈ കൊടുത്തും ഒക്കെ വോട്ട് വാങ്ങാനായിട്ട് ശ്രമിച്ചപ്പോൾ അത് പരാജയപ്പെട്ടപ്പോഴാണ് അവരെ ഭീഷണിപ്പെടുത്തി ശരിക്കും പറഞ്ഞാൽ അടിപ്പെടുത്താനായിട്ട് ഉള്ള നീക്കം BJP എടുക്കുന്നത്. ആ നീക്കം ഒരു പരിധിവരെ ചിലപ്പോൾ വിജയിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒപ്പം അവർ കണക്കാക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഒരു സമുദായം എന്ന നിലയ്ക്ക് ഈഴവ സമുദായത്തെ കൂടെ കൂട്ടുക, അതിനുവേണ്ടി ഉള്ള പരിശ്രമങ്ങൾ ആരംഭിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 3 MLA-മാർ അവർക്കുണ്ട്. അതിൽ 2 MLA-മാർ ഈഴവ സമുദായത്തിൽ നിന്നുള്ളതാണ് എന്നുള്ള കാര്യം ഗൗതം ശ്രദ്ധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതിലൊരു ആൾ SNDP-യുടെ തന്നെ നേതാവായിരുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് മുരളീധരനും ഗോപകുമാറാണ് SNDP-യുടെ നേതാവായിരുന്നത്. ഗോപകുമാർ വഴി വീണ്ടും ഈ SNDP-യുമായി അദ്ദേഹത്തിനുള്ള ബന്ധത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈഴവരിലേക്ക് കടക്കാനായിട്ട് എത്രമാത്രം കഴിയും എന്ന അന്വേഷണമാണ് BJP ഇപ്പോൾ നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈഴവർക്ക് ഇപ്പം എന്തുകൊണ്ടാണ് CPM-നെ വേണ്ടാത്തത്? അല്ല, ഈഴവരിൽ നിന്ന് പ്രമുഖരായിട്ടുള്ള നേതാക്കൾ, പുതിയ നേതാക്കൾ ഉയർന്നു വന്നില്ലെങ്കിൽ ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകുമല്ലോ. എല്ലാവരും കോൺഗ്രസിൻ്റെ ഈഴവ ആധിപത്യം സമ്പൂർണ്ണമായിട്ട് നശിച്ചു പോയി കഴിഞ്ഞു. ആർ ശങ്കറിൻ്റെ കഥയൊക്കെ പഴയ കഥയാണ്, അതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന മാത്രമേ ഉള്ളൂ. അതുമാതിരിയുള്ള നേതാക്കന്മാരൊന്നും ഇപ്പോൾ കോൺഗ്രസിനകത്തില്ലാത്തതിൻ്റെ ഫലമായിട്ട് ആ സമുദായത്തിൽ കോൺഗ്രസിന് കാര്യമായ ഒരു പിടുത്തവുമില്ല. ഉണ്ടായിരുന്ന സുധാകരനെയൊക്കെ മൂലക്കിരുത്തുകയും ചെയ്തു. അപ്പോൾ അവിടെ ഒരുവിധം ഗ്രൗണ്ട് ക്ലിയറാണ്. ഇപ്പുറത്തിപ്പോഴും ഈഴവരായ കുറേ ആളുകൾ നേതാക്കളായിട്ടൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സമുദായമായിട്ടുള്ള ബന്ധം CPM-നും അതുപോലെ തന്നെ CPI-ക്കുമൊക്കെ കുറേശ്ശൊക്കെ ഉണ്ട്. അതെപ്പോഴാണ് പൊളിയുന്ന സമയത്ത് അവർ കൂട്ടമായിട്ട് എന്ത് ചെയ്യും? BJP-യിലേക്ക് വരാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. ലീഡേഴ്സ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നേതാക്കന്മാരുണ്ടെങ്കിൽ മാത്രമാണ് അണികളുണ്ടാവുകയും ആ അണികളെ സംരക്ഷിച്ച് നിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നേതാക്കളില്ലെങ്കിൽ ഉണ്ടായ അണികൾ എന്ത് ചെയ്യും? ഇല്ലാതെ പോവുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. BJP എത്ര കാലമായിട്ട് അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നടത്തുകയാണ്. വെള്ളാപ്പള്ളി നടേശനെയും അതേപോലെ തന്നെ മകൻ തുഷാറിനെയും ഒക്കെ ഉപയോഗിച്ച് ആ പരിശ്രമങ്ങൾ നടക്കുകയും അതിൻ്റെ ഫലമായിട്ടുണ്ടായ സംഘടനകളുടെ BDJS അതുവഴിയൊക്കെ ഒരുപാട് വോട്ടുകൾ BJP-യിൽ ഉറപ്പിച്ചു നിർത്താനായിട്ട് BJP കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഈഴവരിലേക്ക് യഥാർത്ഥത്തിൽ BJP കടന്നു കയറിയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട 2 വ്യക്തികൾ ഇവർ തന്നെയാണ്. അവരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ അടിത്തറ പണിത് കഴിഞ്ഞിരിക്കുന്നത്. ഇനി അതിൻ്റെ മേൽപ്പുര ഉണ്ടാക്കൽ മാത്രമാണ് BJP ചെയ്യേണ്ടായിരുന്നു. ഹിന്ദുക്കൾ ഉണർന്നോ? ഹിന്ദുക്കൾ ഉണരും എന്നൊക്കെ ഇവർ പറയുമെങ്കിലും ഹിന്ദു പലപ്പോഴും ഉണരാതെ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ
BJPക്കുള്ള ഒരു അടി എന്ന് പറയുന്നത് കിട്ടുന്നത് രാമക്ഷേത്രത്തിൽ നിന്നാണ്, അയോധ്യയിൽ നിന്ന്. ഹിന്ദുവിൻ്റെ ഉണർച്ചയുടെ ശബ്ദമാണ് അത് അടിച്ചു പൊളിക്കുന്നത്. പക്ഷേ ഒരു സാമൂഹികപരമായിട്ടുള്ള ഒരു ആക്സെപ്റ്റൻസ്, അതാണ് ഒരു പാർട്ടിയുടെ വളർച്ചയ്ക്ക് തീർച്ചയായിട്ടും വേണ്ടത്. ഈ തൊട്ടുകൂടായ്മ BJP അതൊക്കെ മാറി. അതൊക്കെ മാറിക്കഴിഞ്ഞു. വലിയ അക്സെപ്റ്റൻസ് അവർക്ക് സാമൂഹികപരമായിട്ട്. സോഷ്യൽ മീഡിയ കീഴടക്കുന്നത് BJP ആണ്. അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ അവർക്ക് വോട്ടാക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ്. അതൊക്കെ വോട്ടാക്കി മാറ്റണമെങ്കിൽ അവർ യഥാർത്ഥത്തിൽ മണ്ണിലിറങ്ങി പണിയെടുക്കണം. ഓരോരോ പ്രദേശത്തും ഒരുപാട് വിഷയങ്ങളുണ്ട്, ജനങ്ങളുടെ പരിഹരിക്കാൻ പറ്റാതെ കിടക്കുന്ന പ്രശ്നങ്ങൾ. അത്തരം പ്രശ്നങ്ങളിലേക്ക് ഇടിച്ചു കയറാനായിട്ട് BJP തയ്യാറായി കഴിഞ്ഞാൽ ആളുകൾ അവരുടെ കൂടെ കൂടും. അപ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എത്രമാത്രം BJPക്ക് കഴിയും എന്നതാണ് 2029 BJPയുടെ അജണ്ട സാക്ഷാത്കരിക്കാനായിട്ട് സഹായിക്കുന്ന ഘടകം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇപ്പോഴും അവരെന്ത് ചെയ്യേണ്ടി വരും? നോക്കുകുത്തിയായിട്ട് തന്നെ കണ്ടുവരും. ജനങ്ങളുടെ പ്രശ്നം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയത പറയരുത് എന്നാണോ? വർഗീയത പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് വർഗീയതയല്ലല്ലോ. അല്ല, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ അവർ തയ്യാറായാൽ മാത്രം അവർക്ക് കേരളത്തിൽ വളർന്നു പോകാൻ പറ്റുള്ളൂ. വർഗീയത പറഞ്ഞൊന്നും കേരളത്തിൽ രക്ഷപ്പെടാവുന്നിടത്തോളൊക്കെ രക്ഷപ്പെട്ട് കഴിഞ്ഞു. വർഗീയത പറഞ്ഞാൽ കിട്ടാവുന്ന വോട്ടുകളൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു ജനകീയ പ്രസ്ഥാനമാണത് എന്ന് അവരെ ബോധ്യപ്പെടുത്താനായിട്ട് കഴിയണം. അതിനുള്ള പ്രവർത്തനം BJPയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ BJP കുറേ കൂടി മുന്നോട്ട് പോകാം. അവർ മുമ്പോട്ട് വയ്ക്കുന്നത് ഇപ്പോൾ AI യുഗമാണ്, പുതിയ കാലത്ത് കുട്ടികൾക്ക് ജോലിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വികസനം തന്നെയാണ് കാഴ്ചപ്പാട്. വികസനം എന്ന് പറയുന്ന കാഴ്ചപ്പാട് എല്ലാവർക്കും കൊണ്ടു നടക്കാം. അതുകൊണ്ടാണ് പറയുന്നത് VDയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ BJPയുടെ ബഡ്ജറ്റാണെന്ന് അവർ പോലും. ഞാൻ പറയുന്നത് ഇത്തരം ചപ്പടാച്ചികൾ കാണിച്ചിട്ടൊന്നും ജനങ്ങൾ കൂടെ നിൽക്കില്ല. ജനങ്ങൾ കൂടെ നിൽക്കണമെങ്കിൽ ജനങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളെ ഇടപെടാനായിട്ടുള്ള കരുത്തുള്ളൊരു പാർട്ടി എന്നുള്ള ബോധ്യം ഉണ്ടാകും. ഇപ്പോഴും CPMനെ ഹ്യൂമൻ റിസോഴ്സ്, മനുഷ്യ വിഭവശേഷി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നതിലുണ്ട്. അതൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു പോകാം. അത് നഷ്ടപ്പെട്ടു പോകുന്നതുവരെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല ജനകീയ പ്രശ്നങ്ങളും ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അത് ഇനി പകരം BJP വന്നാൽ മാത്രമേ BJPക്ക് വിജയപ്രതീക്ഷയ്ക്ക് പ്രസക്തിയുള്ളൂ. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന തലവാചകം അത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് എന്ന് അവർ പോലും വിലയിരുത്തി കഴിഞ്ഞു. പക്ഷെ തെരഞ്ഞെടുപ്പ് സമയത്ത് അതിനെ തള്ളിപ്പറയാത്ത, അതാണ് ഏറ്റവും മികച്ച തലവാചകം എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ നിന്ന കുറേയധികം അണികളുണ്ട്. പിണറായിയുടെ തല കണ്ട് കൂടെ നിന്ന കുറേയധികം അണികളുണ്ട്. ഇത്തരത്തിലുള്ള അണികളൊക്കെ ഭാവിയിൽ BJPയുടെ ഒരു വലിയ സെറ്റല്ലേ? അണികളെന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും അധികാരത്തിനൊപ്പം സഞ്ചരിക്കുന്നതായിട്ടുള്ള ആൾക്കൂട്ടങ്ങളാണ്. അധികാരം നഷ്ടപ്പെടുന്ന സമയത്ത് അവരെ പോകണമെങ്കിലും എന്ത് ചെയ്യാം? ഒഴിഞ്ഞു പോകാം. CPM ഇപ്പോൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് അത്തരം അണികൾ ഒഴിഞ്ഞു പോകുകയോ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അതിന് പകരം അപ്പുറത്താര്? ആ ചോദ്യം ഈ ചോദ്യമായിട്ട് ചേർത്ത് ചോദിക്കാവുന്ന ചോദ്യമാണ്. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് പറയുന്ന ചോദ്യത്തിന് സമാനമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ മറ്റാരുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ എന്നുള്ളത്. അധികാരം മാത്രമല്ല, അധികാരത്തിലേക്ക് വരാൻ മറ്റാരുണ്ട് എന്ന് ചോദിച്ചതുപോലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനായിട്ട് മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൈവയ്ക്കാൻ അവരുടെ കൂടെ ആളുകൾ പോകും. അവർക്ക് തീർച്ചയായിട്ടും വിജയം നേടാനായിട്ട് കഴിയും. അല്ലെങ്കിൽ ഇവർ തന്നെയായിരിക്കും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതെങ്കിൽ ഇവർക്ക് തന്നെ മുന്നോട്ട് പോകാം. ജനങ്ങൾക്കൊപ്പം ആര്? അതാണ് തിരഞ്ഞെടുപ്പിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തൽക്കാലം വിജയത്തിനുള്ള വഴി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ UDF സർക്കാർ എങ്ങനെ അധികാരത്തിൽ വന്നെന്ന് വെച്ചാൽ കോൺഗ്രസ് നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടല്ല, CPM നടത്തിയ പ്രവർത്തനം, പ്രത്യേകിച്ച് പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ മകള്, മരുമകൻ ഇത്യാദി ആളുകളെയൊക്കെ മുൻനിർത്തി അവർ നിർമ്മിച്ച നെറേറ്റീവ്, ആ നെറേറ്റീവാണ് CPMനെ എന്ത് ചെയ്ത് അടിച്ചു വീഴ്ത്തിയത്. മുമ്പ് അത് പറ്റില്ലായിരുന്നു. അങ്ങനെ നെറേറ്റീവ് ഉണ്ടാക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഇത് അഴിമതിയുടെ നെറേറ്റീവ് ഉണ്ടാക്കാനായിട്ടുള്ള സൗകര്യം CPM ഉണ്ടാക്കി കൊടുത്തു. എക്സാലോജിക്ക് അല്ലേ? ആ എക്സാലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പണിയെടുക്കാതെയുള്ള പണം എന്ന് പറഞ്ഞു. ഇതൊക്കെ ആ കോൺഗ്രസ് ഉണ്ടാക്കിയതല്ല, CPM ഉണ്ടാക്കി കൊടുത്താണ്. അങ്ങനെയാണ് CPM എന്ത് ചെയ്യുന്നത്? പരാജയത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചത്. അതുപോലെ തന്നെയാണ് പിണറായി വിജയൻ നടത്തിയ യാത്രകളിലൊക്കെ തന്നെ പോലീസ് നടത്തിയ നരനായാട്ട് പോലെയുള്ളതായിട്ടുള്ള പ്രവർത്തനങ്ങൾ രക്ഷാപ്രവർത്തനങ്ങളായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടത്. കറുത്ത കൊടി ധരിച്ച ആളുകളെ ഓടിച്ചിട്ട് പിടികൂടിയത്
ഇതൊക്കെ എന്ത് തോന്നിയാസമാണ്. അപ്പം അത്തരം തോന്നിയാസങ്ങളൊക്കെ നടത്തിയത് കോൺഗ്രസ് അല്ല, അത് CPM തന്നെയാണ്. എന്നുവെച്ചാൽ CPM ആണ് CPM അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള വഴിയൊരുക്കിയത്. അത് മറ്റവർക്ക് ഗുണകരമായി തീർന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ അവരത്ഭുതം സൃഷ്ടിക്കുമെന്ന് ആരും കരുതുന്നില്ല. അപ്പം അതുകൊണ്ട് പുതിയ ഒരു സിറ്റുവേഷൻ ഉയർന്നു വരുമ്പോൾ CPM എന്നാൽ പിണറായി ആണ് എന്നൊരു ചിത്രം നിലവിൽ ഇപ്പോഴും രൂഢമൂലമായിട്ട് ആളുകളുടെ ഉള്ളിലുണ്ട്. അതങ്ങനെയല്ല എന്ന ഒരു ഇമേജിലേക്ക് അത് വളരുകയാണ് വേണ്ടത്. അങ്ങനെ വളർത്താനായിട്ട് പാർട്ടിക്ക് പറ്റുമോ? പറ്റിയില്ലെങ്കിൽ പാർട്ടി എവിടെയെങ്കിലും പോവും. അതിന് പിണറായി സമ്മതിക്കുമോ? അല്ല, പിണറായി സമ്മതിക്കാതിരിക്കണമെന്നല്ല അല്ല പ്രശ്നം. പാർട്ടിക്ക് അങ്ങനെ വളരാൻ പറ്റുമല്ലോ എന്നുള്ളത്. വളർന്നാൽ പാർട്ടി ഉണ്ടാവും, വളർന്നില്ലെങ്കിൽ BJP ഉണ്ടാകും. BJP. അതാണ് ശരി.